ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് മത്തങ്ങ ഒടിച്ച കറിയാണ്. അതിനായിട്ട് ഞാനിവിടെ വൻപയർ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെക്കം വെന്ത് കിട്ടും. അത് കുക്കറിലേക്ക് ഇട്ട് നമുക്ക് അല്പം ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മത്തങ്ങ ക്ലീൻ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1/4 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മത്തങ്ങ ക്ലീനാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ, ഒരു പച്ചമുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി, അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ചെറിയ ജീരകവും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ എല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ അരപ്പും ഇട്ട് കൊടുക്കണം. അപ്പോൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിടാൻ മറക്കരുത്. ഇതടച്ച് വെച്ച് ഒരു 2 വിസിലും കൂടി എടുക്കാം. അപ്പോൾ മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം. അപ്പം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ അവിടെ ചൂടാകട്ടെ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയും നന്നായിട്ട് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഈ വൻപയർ മത്തങ്ങയിലേക്കും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ വൻപയർ ഒടിച്ച കറി ഇവിടെ തയ്യാറായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തേക്കണം. അപ്പോൾ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.